നല്ല ചൂട് പൊറോട്ടയും കൂന്തൽ റോസ്റ്റും ബീഫ് റോസ്റ്റും ഒരു പിടി, എന്നിട്ട് ദേ സ്പെഷ്യൽ പാനി ഒരു കുടി. എന്നിട്ട് ദേ ഒത്ത തേയിലത്തോട്ടത്തിന് നടുക്കൂടെ ഇങ്ങനെ ഒരു നടത്തം. കേരളത്തിൻ്റെ എല്ലാ ഊഷ്മളതയും പച്ചപ്പും ഹരിതാപവും എല്ലാം നമുക്കിവിടെ കിട്ടും. വരന്താ ഫീല്. അല്ല, സ്ഥലമൊന്നും പറയണ്ട, കേട്ടോ, തിരിച്ചു വാ. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. നിങ്ങൾക്ക് ഇതുപോലെ ഇതും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് വയനാട് ഒരു സ്ഥലത്തേക്കാണ്, ഒരു സ്റ്റേ ആണ്, ബോച്ചയുടെ 1000 acres. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കുറേ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഇത് വലിയൊരു പ്രൊജക്റ്റാണ്, കുറേ സ്റ്റേയും ആക്ടിവിറ്റീസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ടെൻറ്റ് സ്റ്റേ. ഇത് ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഇത് ഈ കാണുന്നതാണ് ഹിൽ പോഡ് സ്റ്റേ. ഇത് കപ്പിൾസിനൊക്കെ പറ്റിയ ഒരു AC സ്റ്റേ ആണ്, ഹിൽ പോഡ് സ്റ്റേ. പിന്നെ ഇത് മഡ് ഹൗസ്. ഇത് തീർത്തും ഒരു പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്ഥലം. പിന്നെ ഇതാണ് സെക്സി ഡോം. എന്തുകൊണ്ട് ഇതിനൊരു സെക്സി ഡോം എന്ന പേര് വന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിവേ, നമുക്കൊരു റൂം ടൂറിലോട്ട് പോകാം. ഇതാണ് അതിൻ്റെ ഒരു ഉള്ളിലേക്കുള്ളൊരു വ്യൂ. നല്ല സ്പേഷ്യസ് ആണ്. വയനാട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഓക്കെ നല്ല തണുപ്പായിരിക്കുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, AC അല്ലായിരുന്നു. അതുകൊണ്ട് ഉച്ച സമയത്തായിരുന്നു ഞങ്ങൾ ചെന്നത്. നല്ല ചൂടായിരുന്നു സത്യം പറയാം. രാവിലെ ഒരു 8 മണി തൊട്ടിട്ട് രാത്രി ഒരു 6:30 വരയ്ക്കും നല്ല ചൂടായിരിക്കും ഇവിടെ. അത് ആ ചെന്നൊരു സമയത്തിൻ്റെ ആവാം. പക്ഷെ വ്യൂ കിടിലാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഈ സെക്സി ഡോമിൻ്റെ പണി ആക്ച്വലി ഫുള്ള് തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. കുറേ സോക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല. സോക്കറ്റൊക്കെ അവർ വരച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പണിയണമായിരിക്കും. പിന്നെ ബാത്റൂമിലെ മിററും കാര്യങ്ങളൊക്കെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അല്ലാതെ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ബാത്ത് ടബുണ്ട്, ഷവർ ഏരിയ ഉണ്ട്. ബാത്റൂമിൽ നിന്ന് ഒരു കിടിലൻ വ്യൂ തന്നെയാണ്. പിന്നെ ദേ കണ്ടോ എന്ത് രസമാണെന്നറിയോ, പച്ചപ്പ് അടിപൊളിയാണ് വ്യൂ എല്ലാം. എക്സോസ്റ്റ് ഉണ്ട്. ആ ഒരു സ്റ്റേയിൽ മൊത്തം ഒരു എക്സോസ്റ്റും ഒരു ഫാനിലാണ് ഓടുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ ടോയ്ലറ്റ് എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ പിന്നെ റൂമിൽ നമ്മൾ ഇറങ്ങിയുള്ള വ്യൂ ഇപ്പം ഈ കാണുന്നത്. ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഇപ്പം നമ്മൾ സ്ട്രെസ്സൊക്കെയാണ് വർക്കിൽ നിന്ന്, ഓക്കെ ഒരു റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം സ്റ്റേക്കേഷൻ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ചോയ്സ് ഫോർ യു. അങ്ങനെ ഞങ്ങൾ വിശന്നിരുന്നപ്പോൾ ബോച്ചയുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. കുറച്ചുണ്ട് സ്റ്റേയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ. പക്ഷെ അവിടെയും ഞങ്ങൾക്ക് പണിപാളി, ലിമിറ്റഡ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ മണിക്ക് കൂന്തൽ റോസ്റ്റും ബീഫ് റോസ്റ്റും പൊറോട്ടയും ബോച്ചയുടെ സ്പെഷ്യൽ പാനിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ഒരു ആംബിയൻസ് ഒക്കെ ഇടലുമായിരുന്നു, പാട്ടും പിന്നെ ഈ ഫുഡും. അപ്പോഴത്തേനും ഞങ്ങൾ വൈകുന്നേരമായി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ അപ്പോൾ ഒരു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലൈക്ക് ആ ഒരു ആംബിയൻസ് അടിപൊളിയാണ്. പിന്നെ ഇത് ബോച്ചയുടെ പബ്ബായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം ഞാൻ പറഞ്ഞില്ല എല്ലാം നല്ല ടൈമിംഗ് ആയിരുന്നു. ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിയുമ്പോഴാണ് ബോച്ച വന്നിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞത്. ഇതൊരു പബ്ബ് സെറ്റപ്പാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. നല്ല DJ നൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയ. അതും ഗ്ലാസിൻ്റെ ഒരു സെറ്റപ്പാണ് പുള്ളി ചെയ്തേക്കുന്നത്, ഞങ്ങൾ സെക്സി ഡോം പോലെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് പുറത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു കാം അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ആ ഒരു സമയമായപ്പോൾ തന്നെ ഇച്ചിരി തണുപ്പൊക്കെ വരാനൊക്കെ തുടങ്ങി. ഒരു റിലാക്സിങ് ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലോട്ട് തിരിച്ച് സ്റ്റേയിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഒരാളിങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ബോച്ചയുടെ സിഗ്നേച്ചർ ഡയലോഗ് നമുക്ക് അവിടെ ദൂരത്ത് എഴുതി വെച്ചേക്കുന്ന കണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. കോൺകർ ദ വേൾഡ് വിത്ത് ലവ് ബോച്ചെ. ഓഫ് കോഴ്സ് പുള്ളിയുടെ ഒരു പ്രൊജക്റ്റ് ആകുമ്പോൾ അത് വേണമല്ലോ, അതില്ലാത്തൊരു സ്ഥലം ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത സ്റ്റേൻ്റെ ഒരു ഈവനിങ് വ്യൂ എന്ന് പറയുന്നത്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നാളെയാണ്
ട്രെക്കിങ്ങും പിന്നെ സ്വിങ്ങും സിപ്പ് ലൈനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബഡ്ജറ്റും എക്സ്പെൻസും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ സ്റ്റാഫിനെ ഒരു DJ ക്യാമ്പ് ഫയർ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നിന്നു. പിന്നെ ഞങ്ങൾക്ക് ഉറക്കം വന്നപ്പോൾ നേരെ റൂമിലോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.